നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് തീപ്പൊരി പോരാട്ടമാണ്. FC ബാഴ്സലോണയും PSG തമ്മിലാണ് കളി. രാത്രി ഇന്ത്യൻ സമയം 12:30 ആ പോരാട്ടം. PSG ലൂയിസ് എൻറിക്കെ ടീമിനെ ഇറക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ ഫുട്ബോൾ കരിയറിലും പ്ലേയിങ് കരിയറിലും കോച്ചായിട്ടുള്ള കരിയറിലും ഒക്കെ ഏറെ നാളുകൾ ചിലവഴിച്ച ക്ലബ്ബാണ് FC ബാഴ്സലോണ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ളൊരു മടങ്ങി വരവാണിത്. ബാഴ്സയുടെ മധ്യനിരയിലൊരു കിടിലൻ പ്ലെയറുണ്ട്, പെഡ്രി. ആ പെഡ്രിയെക്കുറിച്ച് ഇപ്പോൾ ലൂയിസ് എൻറിക്കെ പറയുന്ന വാക്കുകൾ നോക്കുക. അവൻ ഹാരി പോട്ടർ പോലെയാണ്. ഇന്ന് അവൻ ആ മാജിക് വാൻഡ് എടുക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പെഡ്രി എന്ന മാന്ത്രികൻ ബാഴ്സയുടെ മിഡ്ഫീൽഡിൽ നടത്തുന്ന നീക്കങ്ങൾ തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള പോക്കിന് പരമപ്രധാനമാണ്. അപ്പോൾ അവൻ്റെ മാജിക് വാൻഡ് ഇന്ന് മാറ്റിവെപ്പിക്കാനുള്ള എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും ലൂയിസ് എൻറിക്കെ ഒരുക്കിയിട്ടുണ്ടാവുക? കാത്തിരുന്ന് കാണാം. എന്തായാലും എൻറിക്കെ പറയുന്ന വാക്കുകളിലേക്ക് പോകാം. എനിക്ക് പെഡ്രിയെ നന്നായിട്ടറിയാം. അവനൊരു ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ്. ഞാൻ ബാഴ്സലോണയുടെ കളി കാണുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്നയാളാണ്. പ്രത്യേകിച്ച് പെഡ്രി കളിക്കുമ്പോൾ പെഡ്രിയെപ്പോലുള്ള ഒരാളുടെ കളി കാണുക എന്ന് എനിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അവൻ ഹാരി പോട്ടർ പോലെയാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് അവൻ്റെ മാജിക് വാൻഡ്, ആ ഒരു മാജിക്ക് വീട്ടിൽ തന്നെ വെച്ച് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ബാഴ്സ എന്ന് പറഞ്ഞാൽ പെഡ്രി മാത്രമല്ല, ഒരുപാട് മികച്ച പ്ലെയേഴ്സ് ഉണ്ട്. അവർക്കെതിരെ കളിക്കുമ്പോൾ നന്നായി പരിശ്രമിക്കേണ്ടി വരും എന്നെനിക്ക് അറിയാം. രണ്ട് ടീമുകളും ഏതാണ്ട് സിമിലറായിട്ട് കളിക്കുന്ന ടീമുകളാണ്. പക്ഷേ ആര് കൂടുതൽ ബോൾ വിൻ ചെയ്യുന്നു അതായിരിക്കും ഇന്നത്തെ മത്സരത്തിലെ കീ ആയിട്ടുള്ള കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി ലൂയിസ് എൻറിക്കെ പറയുമ്പോൾ ഇന്ന് തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും എടുത്തു പയറ്റുന്ന രണ്ട് കോച്ചുമാരെ നമുക്ക് ഡഗൗട്ട് കാണാൻ പറ്റും. വിളിക്കും ലൂയിസ് എൻറിക്കെയും നേർക്ക് നേർ വരുമ്പോൾ ആര് ജയിക്കും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.